എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി കപ്പ കൊണ്ടൊരു കട്ട്ലറ്റ് ആണ്. ആദ്യം ഞാൻ കപ്പ കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. 1/2 കിലോ കപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. കപ്പ നന്നായി വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ചെറിയ സവാള, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 2 പച്ചമുളക്, കറിവേപ്പില. ഇവിടെ കപ്പ നന്നായി വേവിച്ച് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസും മൈദയുമാണ് എടുത്തിട്ടുള്ളത്. മൈദ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലർത്തിയതാണിത്. ഇതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ചതച്ചെടുത്തതും പച്ചമുളകും ചേർക്കുകയാണ്. ഇനി സവാളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ കപ്പ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണ്. നമുക്കിനി ഇത് കട്ട്ലറ്റിന്റെ ഷേപ്പിൽ പരത്തിയെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു. ഞാനിത് തിരിച്ചിടുകയാണ്. ഇതുപോലെ എല്ലാ കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കപ്പ കട്ട്ലറ്റ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.